എനിക്കറിയില്ല. അതിനെക്കുറിച്ച് ഇന്ന് കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഇരുന്ന് ആലോചിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെയാ ചർച്ചയ്ക്ക് വരിക. ഈ സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കും പാർട്ടി. അല്ല ഞാൻ ഇതൊക്കെ നിങ്ങൾ പറയുന്ന അന്തരീക്ഷത്തിൽ പറയുന്ന കാര്യങ്ങളിലാണ്. എനിക്കൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിയില്ല. വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട്. പത്രികാ സമർപ്പണത്തിന്റെ സമയം ആരംഭിച്ചു കഴിഞ്ഞു. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് എന്ന് പത്രിക സമർപ്പിക്കാൻ പറ്റും? എന്തായാലും കൃത്യമായ സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിക്കും. മുഴുവൻ പട്ടിക നാളെ ഇറങ്ങും? അല്ല, എന്തായാലും ഞങ്ങളുടെ പട്ടികകളിൽ ഏകദേശം പൂർണ്ണമായ അവസ്ഥയിലാണ്. ഒന്നോ രണ്ടോ സിറ്റിംഗ് കൊണ്ട് തീരേണ്ട കാര്യങ്ങളേ ഉള്ളൂ. എല്ലാം ഭദ്രമാണ്, എല്ലാം ഭദ്രമാണ്. അല്ല, ആരോപിക്കുന്നവർക്ക് എന്താ എല്ലാം ആരോപിക്കല്ലോ. മണിക്കൂറുകൾക്കുള്ളിൽ CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളം നിറയാണ്. ഒരു ഓളം ഉണ്ടായതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ തോന്നുന്നില്ല. കാരണം വെച്ചാൽ ഇത് കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റവും കടുത്ത ആൻറ്റി ഇൻകംബൻസി നേരിടുന്ന ഗവൺമെൻറ്റാണ്. അവർ മിക്കവാറും ആളുകൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സിറ്റിംഗ് MLA മാർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ അത്ഭുതമൊന്നുമില്ല. ആ ലിസ്റ്റിനകത്ത് വല്ല അത്ഭുതമുണ്ടോ? പുതുമ വല്ലതുണ്ടോ? കഴിഞ്ഞ 5 വർഷക്കാലം ഈ കേരളത്തിലെ ഗവൺമെൻറ്റും ജനങ്ങളും ഗവൺമെൻറ് ജനങ്ങളെ ഉപദ്രവിച്ചതാണ്. അതിൻ്റെ ഭാഗമായി ഇന്നവരാണ് അവരെല്ലാം. അവരെ റിപ്പീറ്റ് ചെയ്യാൻ അവർക്ക് പ്രശ്നം. ഞങ്ങളുടെ ലിസ്റ്റ് പെടും. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തെക്കുറിച്ച് എനിക്കൊരു വാചകം പറയാം. കാരണം ഇലക്ഷൻ നേരത്തെ പ്രഖ്യാപിക്കേണ്ടതായിരുന്നു എന്നാണ് നമ്മളെല്ലാം വിചാരിച്ചത്. 28-ാം തീയതി. കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ചത് ഫെബ്രുവരി 28-ആണ്. ഫെബ്രുവരി 28-ാം തീയതിയാണ്. അതുകൊണ്ട് നേരത്തെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചത്. പക്ഷേ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മാർച്ച് മാസം 15-ാം തീയതി. ഇന്ന് മുതൽ നോട്ടിഫിക്കേഷൻ വരുന്ന ഇന്ന് 16-ാം തീയതി. നിങ്ങൾ ഡൽഹി റിപ്പോർട്ട് ചെയ്യുന്നവരാണ് എല്ലാവരും. ഇലക്ഷൻ കമ്മീഷൻ്റെ സാധാരണ രീതികൾ പ്രഖ്യാപനം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞിട്ട് ആ ഗ്യാപ്പിലാണ് പിന്നെ നോട്ടിഫിക്കേഷൻ ആരംഭിക്കുക. ഇന്ന് തന്നെ നോട്ടിഫിക്കേഷൻ 23-ാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് നോമിനേഷൻ. 24-ാം തീയതി വിഡ്രോവൽ. 24-ാം തീയതി സ്ക്രൂട്ടിനി, 26-ാം തീയതി വിഡ്രോവൽ. അത് കഴിഞ്ഞ് ഇലക്ഷൻ എത്രാം തീയതിയാണ്? 9-ാം തീയതി. ഇതിനകത്ത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹോളി വീക്സ്. ദുഃഖ വെള്ളിയാഴ്ച ദിവസം ആർക്കും പ്രവർത്തനം നടത്താൻ പറ്റില്ല സ്വാഭാവികമായിട്ടും, പ്രത്യേകിച്ച് ക്രൈസ്തവ മേഖലകളിൽ. ഈസ്റ്റർ അടുത്ത ഞായറാഴ്ച. അപ്പോൾ ഫലത്തിൽ 10 ദിവസമാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ കിട്ടുക. സ്ഥാനാർത്ഥിയാണല്ലോ പ്രശ്നം. രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമല്ലല്ലോ, പൊളിറ്റിക്കൽ ഒരു കാൻഡിഡേറ്റിന് 10 ദിവസമാണ് കിട്ടുക. ഇതിനൊരു രസം മനസ്സിലാക്കേണ്ടത് കൗണ്ടിങ് എപ്പോഴാണ്? മെയ് 4-ാം തീയതി. പിന്നീട് ഏപ്രിൽ 9-ാം തീയതി കഴിഞ്ഞ് മെയ് 4-ാം തീയതി വരെ കൗണ്ടിങ്ങിന് കാത്തു നിൽക്കണം. അർജൻസി ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു നിയന്ത്രണം സ്ഥാനാർത്ഥികൾക്ക് ഏർപ്പെടുത്തുന്നത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഒരു അർജൻസി കാണുന്നില്ല. മെയ് 4-ാം തീയതിയാണ് പ്രഖ്യാപനം. അതിന് മറ്റൊരു രസം, ഈ ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ നടന്നത് എവിടെയൊക്കെയാണ്? കേരളം, ആസാം, പുതുച്ചേരി. അതായത് കോൺഗ്രസ് പ്രധാന പോരാട്ടം നടത്തുന്ന സംസ്ഥാനങ്ങളിലാണ് ഫസ്റ്റ് ഫേസ് ഇലക്ഷൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് ഫേസ് ഇലക്ഷൻ തമിഴ്നാട്ടിലും പിന്നെ തേർഡ് ഫേസ് ഇലക്ഷൻ ബംഗാളിലും, സെക്കൻഡ് ആൻഡ് തേർഡായിട്ട്. അപ്പോൾ ഇത് കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചത് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയം വെട്ടിക്കുറക്കാനും അതുപോലെ കോൺഗ്രസിൻ്റെ പ്രചാരകരായ നേതാക്കന്മാരെ ലിമിറ്റ് ചെയ്യിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സമീപനമാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത് പല ഘട്ടത്തിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹരിയാന, മഹാരാഷ്ട്ര ഇലക്ഷൻ ഈ ഡേറ്റിൻ്റെ കാര്യത്തിൽ. കാരണം കേരളത്തിൽ എല്ലാവർക്കും അറിയാം, ഇതിപ്പോൾ 4 ദിവസം മാറ്റി വെച്ചതുകൊണ്ട് 4 ദിവസം നീട്ടി വെച്ചതുകൊണ്ട് ഒരു പ്രശ്നമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഏപ്രിൽ 9 വേണ്ടത് ഏപ്രിൽ 15 കഴിച്ച എല്ലായിടത്തും സിംഗിൾ ഫേസ് ഇലക്ഷൻ നടത്തുന്നത്. മറ്റങ്ങ് ഫേസ് വെച്ച് ഇലക്ഷനാണ് നടത്താറുള്ളത്. ബംഗാളിൽ മാത്രമാണ് 2 ഫേസ് ഇലക്ഷൻ. അപ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ സമീപനത്തിൽ വളരെ ഏറെ ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അല്ല, അല്ല ഞാൻ പറയുന്നത്, ഇത് കേട്ടിട്ട് കോൺഗ്രസ് പേടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കേണ്ട. ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപനത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ് ഇതിനകത്ത് പങ്കാളിത്തമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ വിശ്വാസ സമൂഹത്തിൻ്റെ, ഇപ്പം വിഷുവാണ് ഏപ്രിൽ 14-ാം തീയതി, അതിൻ്റെ ഒരുക്കങ്ങളുണ്ട്. അതുപോലെ പെസഹ വ്യാഴാഴ്ച, ദുഃഖ വെള്ളിയാഴ്ച, ഈസ്റ്ററൊക്കെ വരുന്ന ഹോളി വീക്സ്,
അപ്പോൾ ഈ സമയത്ത് പ്രചരണം നടത്താനുള്ള സ്ഥാനാർത്ഥികളുടെ പരിമിതികൾ എല്ലാവർക്കും അറിയാം ആ മേഖലകളിൽ. അപ്പോൾ ആ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു 3, 4, 5 ദിവസം അങ്ങോട്ട് മാറ്റിവെച്ചതുകൊണ്ട് ഒരു സംഭവം ഉണ്ടാകാൻ പോലില്ല. അപ്പോൾ എൻ്റെ സമീപനം അതാണ് ഞങ്ങൾക്ക് യാതൊരു ഭയമില്ല. വി ആർ റെഡി. ഇനി 10 ദിവസമല്ല 5 ദിവസമായാലും ഇലക്ഷൻ മത്സരിക്കും, ജയിക്കും. അത് തീരുമാനിച്ചിട്ട് ഇന്ന് എണ്ണിക്കോ, ഇന്ന് 25 ദിവസം. ഞാൻ ഇന്നലെ പറഞ്ഞു 26 ദിവസം. ടുഡേ ഓൺവേർഡ്സ് 25 ഡേയ്സ്. ഈ 25 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ ഭരണം മാറും. ഇത് കൃത്യമാണ്, എഴുതി വെച്ചോ. എന്നിട്ട് എന്നോട് ചോദിച്ചു ആരാ ഈ ഭരണാനുകൂല വികാരം പറയുന്നത്? നിങ്ങൾ കണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞതിലും മറുപടിയില്ലേ, എഴുതി വെച്ചു. ഇനി 25 ദിവസം കഴിഞ്ഞാൽ ആ സുപ്രധാനമായ തീരുമാനം ഈ സർക്കാരിനെ മാറ്റി പുതിയ UDF സർക്കാരിനെ കൊണ്ടുവരുന്ന തീരുമാനം ജനങ്ങളെടുക്കും. ജനങ്ങൾ ഈസ് റെഡി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.